Hello guys, welcome back. ഷോമിയുടെ 11T Pro എന്ന ഡിവൈസ് 2 ദിവസം മുന്നേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന അമോലെഡ് പാനലാണ് ഈ ഒരു ഡിവൈസിന് നൽകിയിട്ടുള്ളത്. ഡിസ്പ്ലേ കുറിച്ച് കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. ഡോൾബി വിഷൻ അതുപോലെ തന്നെ HDR10+ൻ്റെ സപ്പോർട്ടൊക്കെ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ ഷോമി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1000 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് Mi 11T Pro എന്ന ഡിവൈസിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെൻറ്റർ പഞ്ചോൾ കട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഏകദേശം 85.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോ അവൈലബിൾ ആണ്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 395 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും അവൈലബിൾ ആണ്. പ്രൊട്ടക്ഷൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് ഗൊറില്ല ഗ്ലാസ് VICTUS ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഫ്രണ്ട് സൈഡിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയും അവൈലബിൾ ആണ്. പിന്നെ അലുമിനിയം ഫ്രെയിമും ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി നല്ലത് തന്നെയാണ്. ഒപ്പം ഈ ഒരു ഡിവൈസിൽ IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഡിവൈസിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത് 204 ഗ്രാംസ് ആണ്. അപ്പോൾ ഒരു മീഡിയം ലെവൽ ബോഡി വെയ്റ്റ് ആണ്. അത്യാവശ്യം വളരെ ലൈറ്റ് എന്നും പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ ഹെവി ഡിവൈസ് ആണെന്നും പറയാൻ സാധിക്കില്ല. ഒരു മീഡിയം ലെവൽ വെയിറ്റ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 888 ആണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ. 5nm 5G ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അത്യാവശ്യം വളരെ മികച്ചൊരു പെർഫോമൻസ് ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ Adreno 660 ആണ് GPU. Android 11 ബേസ് ചെയ്തിട്ടുള്ള ഷോമിയുടെ MIUI 12.5 ആണ് ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി സെൻസർ 108 MP ആണ്, f1.8 അപ്പർച്ചർ. ഒപ്പം 8 MP അൾട്രാ വൈഡ് ലെൻസും ഒരു 5 MP ടെലിഫോട്ടോ മാക്രോ ലെൻസ് കൂടി ഈ ഒരു ഡിവൈസിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിയർ ക്യാമറ വെച്ച് നമുക്ക് 8K വീഡിയോസ് 30 FPS-ലും 4K വീഡിയോസ് 30 and 60 FPS-കളിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 16 MP സിംഗിൾ സെൽഫി ക്യാമറയാണ്. ഡിസ്പ്ലേക്കകത്ത് സെൻറ്റർ പഞ്ചോൾ കട്ടിലാണ് സെൽഫി ക്യാമറ വരുന്നത്. f2.5 ആണ് അപ്പർച്ചർ. ഇനി ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാർജിങ് സെക്ഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, മികച്ചൊരു ചാർജിങ് തന്നെ ഈ ഒരു ഡിവൈസിൽ ഉണ്ടായിരിക്കും. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് 72% വരെ ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 17 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാനും സാധിക്കും. പിന്നെ USB Type-C പോർട്ടാണ് വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടില്ല. അമോലെഡ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. മീറ്റിയോറൈറ്റ് ഗ്രേ, മൂൺലൈറ്റ് വൈറ്റ്, സെലസ്റ്റിയൽ ബ്ലൂ എന്നിങ്ങനെ 3 കളർ വേരിയൻസിലാണ് ഷോമി 11T Pro എന്ന ഡിവൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഷോമിയുടെ 11T Pro എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് വരുന്നത് 8GB RAM and 120GB സ്റ്റോറേജ് ആണ്. ആ ഒരു വേരിയൻറ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 39,999 രൂപ. 40,000 രൂപയാണ് ബേസ് വേരിയൻറ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിഡിൽ വേരിയൻറ്റ് 8GB 256GB ആണ്. അത് ഏകദേശം 42,000 രൂപയും. ടോപ്പ് മോഡൽ 12GB RAM and 256GB സ്റ്റോറേജ് ആണ്. ആ വേരിയൻറ്റ് ഏകദേശം 44,000 രൂപയുമാണ് പ്രൈസ് വരുന്നത്. പ്രോഡക്റ്റ് ആമസോൺ വഴിയും അതുപോലെ തന്നെ ഷോമി വെബ്സൈറ്റിലൂടെയും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റോട് കൂടി വരുന്ന അമോലെഡ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മികച്ചൊരു ക്യാമറ സെറ്റപ്പ്, അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയും 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും. ഓവറാൾ എല്ലാ സെഗ്മെൻറ്റിലും മികച്ചൊരു ഡിവൈസ് തന്നെയാണ് ഷോമിയുടെ 11T Pro. 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന അത്യാവശ്യം വളരെ മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഷോമിയുടെ Mi 11T Pro എന്ന ഡിവൈസ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ട് 2-3 ദിവസമായി, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒന്ന് ലേറ്റായി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.